നമ്മൾ ഇന്ന് സിമ്പിളായിട്ട് വരുന്ന ഒരു അറബിക് ഡിസൈനാണ് വരക്കുന്നത്. അതിനായിട്ട് കയ്യിൽ ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചിട്ടുണ്ട്. ദെൻ ഈ ഫിംഗറിൻ്റെ ഇവിടെ നിന്ന് മുകളിലോട്ടും ഇതുപോലത്തെ ഒരു ഷേപ്പ് വല്ലാണ്ട് വലുതാവാതെ കൊടുക്കുക. കണ്ടോ, ഇതുപോലെ രണ്ട് ഷേപ്പ്. ദെൻ ഇതിൽ നമ്മൾ ഫ്ലവേഴ്സും ലീഫും കൊടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ഇവിടെ നിന്നും ഒരു വൈന് വല്ലാണ്ട് തടിയില്ലാതെ ഒരു വൈന് കൊടുത്ത് ഇങ്ങോട്ടേക്ക് വളക്കുക. കണ്ടോ, അടിയിലോട്ട്. ദെൻ പിന്നെ ഇവിടെ നിന്നും ഒരു ലൈൻ ഇങ്ങനെ ഒരു ഗ്യാപ്പായിട്ട് കൊടുത്തിട്ട് ഒരു വള്ളി പോലെ കൊടുക്കുക. ദെൻ ഇതിൽ നമ്മൾ ഇങ്ങനത്തെ ലീഫ് കൊടുക്കുക. കണ്ടോ, രണ്ട് സൈഡിലോട്ട് ലീഫ്. ദെൻ ഈ ലീഫിൻ്റെ സെൻറ്റർ പോർഷനിൽ ഒരു ഡ്രോപ്പ് കൊടുക്കുക. ലീഫ് കളർ ചെയ്യുക. ഓക്കെ. ദെൻ ഈ ഒരു ഡ്രോപ്പിന് ഇങ്ങനെ കവേർഡായിട്ട് ഒരു ലൈൻ കൊടുക്കുക. ദെൻ ഇതിന് ചുറ്റും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് സെൻറ്ററിലോട്ടൊരു ആർച്ച് പോലെ വളച്ച് വീണ്ടും ഇങ്ങനെ കൊടുക്കുക. കണ്ടോ, ഇതുപോലത്തെ ഒരു പെറ്റലാക്കുക. ദെൻ ഇതിനെ മെല്ലെ ഒന്ന് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളുടെ വരുന്ന ഫ്ലവർ. ഇതാണ്, ഈ ഒരു ഫ്ലവറാണ് ഇനി ഫുള്ളായിട്ടും ഇതിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഫ്ലവർ കൊടുത്തോണ്ട് തന്നെ നമ്മൾ ഈ ഒരു സൈഡിലോട്ട് ഫ്ലവർ കൊടുക്കൂലല്ലോ. ഈ ഒരു സൈഡിലോട്ട് നമ്മൾ വൈൻസിൻ്റെ ഒരു ലീഫ് പോലെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു ലൈൻ കൊടുത്തു. അതിലിങ്ങനെ മെലിഞ്ഞിട്ടുള്ള വൈൻസ് ഇങ്ങനെ കൊടുക്കുക. സെൻറ്ററിൽ ഒരു വൈൻ കൊടുത്ത് അടിയിലോട്ട് ഇങ്ങനെ വളക്കുക. കണ്ടില്ലേ, ഈ രീതിയിൽ കേട്ടോ. ദെൻ നമ്മൾ ഇങ്ങോട്ടേക്കായിട്ട് വീണ്ടും ഒരൊറ്റ വൈന് അടിയിലോട്ടായിട്ട് വളക്കുക. വളച്ച് പിടിക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ദെൻ ഈ ഗ്യാപ്പിലും അതുപോലെ തന്നെ ഒരു വൈൻ കൊടുക്കുക. ഓക്കെ. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ ഫ്ലവർ കഴിഞ്ഞതുകൊണ്ട് തന്നെ ആ ഒരു ലീഫാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ടും ഇങ്ങനെ അങ്ങോട്ടേക്ക് വളച്ചിട്ടുള്ള വൈൻസ് കൊടുക്കുക. കണ്ടോ, ഇതിൻ്റെ അറ്റത്ത് ലാസ്റ്റ് കൊടുക്കുന്ന വൈനാണ് നല്ല പോലെ വളച്ച് അടിയിലോട്ടേക്കാക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങോട്ടേക്കും നമ്മൾ ഈ ഒരു വൈൻസ് വെച്ചിട്ടുള്ള ലീഫ് കൊടുത്തതുകൊണ്ട് തന്നെ മറ്റേ സൈഡിലോട്ട് പിന്നെ ഫ്ലവറേ വരാൻ പാടുള്ളൂ. ഒരേ സൈഡിൽ ഒരേപോലത്തെ സാധനങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഈ ഒരു ഫ്ലവർ കൊടുക്കുകയാണ്. കണ്ടോ, ഈ ഒരു ലൈനൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഇവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു ഗ്യാപ്പ് വരണം. അത് മസ്റ്റാണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഫ്ലവർ വരുന്നത് കറക്റ്റ്. ഒന്നുകൂടെ ഡാർക്കൺ ചെയ്ത് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യുക. ഓക്കെ. ദെൻ ഇവിടെ ഈ ഒരു വൈൻസ് കൊടുത്ത് ഇങ്ങനെ വളച്ചു പിടിക്കുക. ഓക്കെ. പിന്നെ വീണ്ടും ആ ഒരു ലീഫാണ് വൈൻസ് വെച്ചിട്ടുള്ള. ഓക്കെ. ദെൻ പിന്നെ വീണ്ടും
ഈ ഒരു ഫ്ലവർ തന്നെ. ഇങ്ങനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇല്ലാത്തത് വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക.